പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. കത്തോലിക്ക സഭയുടെ വേദപാഠ പുസ്തകം പറയുന്നു, ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിത്യജീവനാണെന്നും ആ നിത്യജീവനിലേക്ക് ഊന്നിക്കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവത്തെ കണ്ടുമുട്ടിയാൽ അവൻ്റെ പ്രായോഗിക ജീവിതത്തിൽ വിശ്വാസം മാംസം ധരിക്കും. അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഒരു സാധാരണ തൊഴിലാളിയായിരുന്ന കൊച്ചിയിലുള്ള മുണ്ടംവേലിയിൽ താമസിക്കുന്ന ജോർജ് എന്ന സഹോദരൻ തൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ, കർത്താവ് തൻ്റെ ആത്മാവിൽ വചനം എഴുതിയപ്പോൾ അവൻ ദൈവത്തിലേക്ക് വളരുവാന്നതിൻ്റെ തോതനുസരിച്ച് എപ്രകാരമാണ് ഏതൊരു മനുഷ്യനും മനുഷ്യരിലേക്ക് വിരിയുന്നത് എന്നതിന് ഒരു ദൃഷ്ടാന്തമായി മാറി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയ രോഗശാന്തി വരങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ മറ്റ് വരദാനങ്ങളും ലഭിച്ചു കഴിഞ്ഞപ്പോൾ വചനം ഹൃദയത്തിലെഴുതി കഴിഞ്ഞ വ്യക്തിയുടെ വാക്കുകളിൽ വചനം പ്രചരിക്കാൻ തുടങ്ങും. ആ പ്രചാരണം ആരംഭിച്ച സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടത് നമുക്കൊന്ന് നോക്കിക്കാണാം. അതിനായി മുണ്ടംവേലിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ നാഥൻ്റെ തിരുവചനം ഹൃദയവയലിൽ ഒരുപാട് ഫലം നൽകുന്ന ജീവിതങ്ങളെ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് ചെല്ലുന്നത് എറണാകുളത്ത് മുണ്ടംവേലിയിലുള്ള മാളിയേക്കൽ ജോർജ് എന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ്. ഈശോ സ്പർശിച്ച നാൾ മുതൽ അപരനു വേണ്ടി സ്വയം എരിഞ്ഞു തീരുന്ന ഒരു ജീവിതം. അനേകം കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുകയും ആശുപത്രികളിൽ ഭക്ഷണം നൽകിയും നമ്മുടെ നാഥന്റെ വയലിൽ ഇദ്ദേഹം വേല ചെയ്യുന്നു. തന്നെ വഴി നടത്തുന്ന തിരുവചന സ്നേഹത്തെക്കുറിച്ചും യേശുനാഥന്റെ മുറിവേറ്റ കരങ്ങളെക്കുറിച്ചും ജോർജ് ചേട്ടൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഇന്നേ ദിവസം ജോർജ് ചേട്ടനിലൂടെയാണ് കർത്താവ് എങ്ങനെയാണ് തൻ്റെ വചനം ഒരാളുടെ ഹൃദയങ്ങളിൽ എഴുതിയതും അതിൻ്റെ ഫലമായി എങ്ങനെ മനുഷ്യരിലേക്ക് വിരിഞ്ഞുവെന്നും ഷാലോം പ്രേക്ഷകർ കേൾക്കാൻ പോകുന്നത്. നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. ജോർജ് ചേട്ടൻ എങ്ങനെയാണ് ഈ നവീകരണ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വ്യക്തിപരമായൊരു ദൈവാനുഭവം ഉണ്ടാകുമല്ലോ, അപ്പം അതിന് മുൻപുള്ളതും പിൻപുള്ളതും ഒരു ജീവിതം ഉണ്ടല്ലോ, ഒന്ന് പങ്കുവയ്ക്കാവോ എങ്ങനെ ഇതിലേക്ക് വരാൻ ഇടയായ സാഹചര്യങ്ങൾ? ഞാനൊരു കാർപ്പൻ്ററായിരുന്നു. പക്ഷേ ഇങ്ങനെ കാർപ്പൻ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടുവിന് ഒരു വല്ലാത്ത വിങ്ങലുണ്ടായിരുന്നു. അത് പിന്നീട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പണിയെടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. ആഴ്ചയിൽ 2-3 ദിവസം എങ്ങനെയെങ്കിലും വള്ളി നീക്കി വളരെ ബുദ്ധിമുട്ടി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു, സെൻറ്ററിങ് പണിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടി താഴെ ഇരുന്ന് പണിയണ്ട, മുകളിലേക്ക് കയറി നടന്ന് ആയാസത്തോടുകൂടി ഒക്കെ പണിയാം, അത് വെറുതെ ആണിയടിച്ചുള്ള പണിയല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് സെൻറ്ററിങ് പണിക്ക് പോയി, തട്ടടിക്കാൻ പോയി, വാർക്കപ്പണിയുടെ. ആ അപ്പോൾ തട്ടടിച്ച് കൊണ്ടിരുന്ന് വൈകുന്നേരമായി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടി പണിക്കാരെല്ലാവരും കൂടി ഒന്നിച്ചും പറയും, വെയിൽ കൊണ്ട് ക്ഷീണിച്ചതല്ലേ, ഒരു സ്മോൾ അടിച്ചിട്ട് പോകാം. അങ്ങനെ ഒരേ സ്മോള് കൂടി എല്ലാ ദിവസവും ഓരോ സ്മോൾ കഴിക്കും. അങ്ങനെ ഓരോ സ്മോൾ കഴിച്ച് ഞാനൊരു മുഴുക്കുടിയനായി മാറി. ഈ മുഴുക്കുടിയനായി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു രോഗിയായി മാറണമെന്നതും ഞാൻ അറിയുന്നില്ല. പക്ഷേ ഞാനൊരു രോഗിയായി മാറി, പൂർണ്ണമായിട്ടും ഒരു രോഗിയായി മാറി. അങ്ങനെ ഇതില്ലാതെ പറ്റുകയില്ല. മദ്യം ഇല്ലാത്ത ഒരവസ്ഥ ആണ് വന്നിരിക്കുന്നത്. മദ്യം കഴിക്കാതെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും തൻ്റെ ഇടം വേണമെന്നുണ്ടെങ്കിലും മദ്യം കഴിക്കണം. ഞാൻ പല പ്രൈവറ്റ് സൈറ്റിനൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ ആദ്യം ചെന്ന് അന്വേഷിക്കുന്നത് ചാരായ ഷാപ്പ്. അന്ന് ചാരായ ഷാപ്പുണ്ട്, ഇപ്പോൾ ചാരായ ഷാപ്പില്ല. ആ ചാരായ ഷാപ്പിൽ ചെന്ന് ചാരായ ഷാപ്പ് എവിടെയാണെന്ന് അന്വേഷിക്കണം. അന്വേഷിച്ച് കഴിയുമ്പോൾ എന്നിട്ടാണ് ഞാൻ സൈറ്റിലേക്ക് പോകുന്നത്. വൈകുന്നേരം എങ്ങനെയെങ്കിലും വൈകുന്നേരമാക്കിയിട്ട് ഇങ്ങനെ കടയിൽ പോയി ഒരു ക്വാർട്ടർ മേടിച്ച് അടിച്ച് വളരെ സുന്ദരമായിട്ടാണ് വീട്ടിൽ പോകണം. അപ്പോഴത്തേക്ക് എനിക്കൊരു ക്ഷീണവും ഇല്ല, വയറ്റിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സുന്ദരമായിട്ട് പോകാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വയറ് കമ്പിക്കൽ ഇങ്ങനെ കൂടുതൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഉച്ച കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോകണം എന്നുള്ള ധാരണയായി. പക്ഷേ ഇത് ഒരു സ്മോൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ വൈകുന്നേരമല്ലേ സ്മോൾ അടിക്കാൻ പറ്റുള്ളൂ, അതുവരെയും കഴിച്ചു കൂട്ടണ്ടേ. പക്ഷെ പ്രയാസപ്പെട്ട് നടന്നു വൈകുന്നേരമായി കഴിയുമ്പോൾ സ്മോൾ അടിച്ച് കഴിയുമ്പോൾ ഓക്കെ, ഞാനങ്ങനെ വീട്ടിലോട്ട് പോകും, ഭക്ഷണം കഴിച്ച് മാറി കിടന്നുറങ്ങും. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്.
പക്ഷേ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളുടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയാളോട് ഞാൻ ഈ വിവരം പറഞ്ഞു, എൻ്റെ രോഗത്തെപ്പറ്റി പറഞ്ഞു, എൻ്റെ ഈ ബുദ്ധിമുട്ടിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് എനിക്ക് ലിവർ കംപ്ലൈൻ്റ് ആണ്, അത് തുടക്കമേ ആയിട്ടുള്ളൂ, ഇപ്പോൾ അത് മരുന്ന് കഴിച്ച് മാറ്റാമെങ്കിലും മാറ്റാം, പിന്നീടാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടും, വളരെയേറെ പേസ പിടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറയും മാറ്റാം, മരുന്ന് ഡോക്ടർ തന്നെ മരുന്ന് താന്ന് പറഞ്ഞു. ഞാൻ മരുന്ന് തരാം, പക്ഷെ ഒരു നിർബന്ധമുണ്ട് എനിക്ക്. അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. മരുന്ന് കഴിക്കുമ്പോൾ സ്മോൾ അടിക്കാൻ പാടില്ല, മദ്യം കഴിക്കരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടായി. എങ്കിലും രോഗം മാറണ്ടേ, അതനുസരിച്ച് ഞാൻ മരുന്നും വാങ്ങിച്ച് ഡോക്ടറിനോടൊരു വാക്കും പറഞ്ഞ് ഞാൻ പോന്നു. വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് മരുന്നും കഴിച്ച് മാറിക്കിടന്നു. നേരം വെളുത്തിട്ട് എനിക്ക് ഞാൻ എന്താണ് ചെയ്യണത്, ഞാൻ എണീക്കുന്നുണ്ടോ, ഒരു കണക്കിന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ താഴെ വീണുപോയി. അപ്പോൾ കൈകാലൊക്കെ വിറക്കുന്നു. ഇതിനെന്താണ് ഒരു മാർഗം? അപ്പോൾ എനിക്ക് മനസ്സിലായി മദ്യത്തിന് അടിമയായി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ആൽക്കഹോളിക്കായെന്നുള്ളത്. അതെ. അങ്ങനെ ഭാര്യയും ഞാനും കൂടി ആലോചിക്കുകയാണ്. അപ്പോൾ അന്നൊക്കെ മുരുങ്ങൂർ ഇതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ലെങ്കിലും ഒരുമാതിരിയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്ന് ആരും അങ്ങനെ പോകാറില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു വേറെ ഒന്നും ചെയ്യണ്ട, മുരുങ്ങൂർ പോയി ഒരു ധ്യാനം കൂടിയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മാറും, ഒരാഴ്ച താൻ അവിടെ ഇരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഒരാഴ്ച ഞാൻ അവിടെ ഇരിക്കുമ്പോൾ വീട്ടിലെ സ്ഥിതി എന്തായിരിക്കും? അത് സാരമില്ല, ഭക്ഷണം വെക്കാനുള്ള അരിയൊക്കെ ഉണ്ട്, പിന്നെ പലചരക്ക് സാധനങ്ങളല്ലേ, സാരമില്ല, അത് നമുക്ക് കടമെങ്കിലും ഒരാഴ്ചത്തേക്ക് മേടിക്കാം, ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഭാര്യയുടെ വാക്കനുസരിച്ച് കൊണ്ട് ഞാൻ മുരുങ്ങൂർ പോവുകയാണ്. പക്ഷേ മുരുങ്ങൂർ എവിടെയാണെന്നോ ധ്യാനകേന്ദ്രം എവിടെയാണെന്നോ എനിക്കറിയില്ല. 1993 നേരെ എത്തി ഏതായാലും അവിടെ. അവിടെ എത്തിക്കഴിഞ്ഞ് ധ്യാനത്തിനിരുന്നു. അന്ന് 140 രൂപ കൊടുത്താൽ മതി. ധ്യാനത്തിനിരുന്നു, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു, സന്ധ്യയായി. വെല്ലൂരാച്ചൻ കുർബാനയ്ക്ക് കയറി. കുർബാനയിൽ ഞാൻ വളരെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുർബാനയുടെ മധ്യേ ഒരു പ്രസംഗമുണ്ടല്ലോ, ആ പ്രസംഗ സമയത്ത് അച്ഛൻ സന്ദേശം പറയുന്നത് ഇത് കൊശവൻ്റെയും കളിമണ്ണിൻ്റെയും ഉപയോഗമാണ് പറഞ്ഞത്. ആ അച്ഛനിത് പറയുകയും തന്നെ ഞാൻ കാണുന്നത് ഒരു കൊശവൻ്റെ ചാടും കൊശവൻ്റെ ഷെഡുമാണ് ഞാൻ കാണുന്നത്. അച്ഛനിലയാണ് ഞാൻ സ്റ്റേജ് ഒന്നും ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നത് അച്ഛന് ഈ കൊശവൻ്റെ ഷെഡും ആ ചാടും ആ പണി ആയുധങ്ങളും ഈ കുറേ കലവും ഇതൊക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കൊശവൻ ഒരു കലം എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന് തുളമുണ്ട്. ഉടനെ തല്ലി പൊട്ടിച്ച് അത് തവിട് പൊടിയാക്കി പിന്നെ ഒന്ന് അരച്ച് പിന്നെ ഒന്ന് വാർത്ത് പുതിയതായ ഒരു കലം വാർത്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ കലം വാർത്തെടുക്കണേ. ഇത് ഞാൻ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാർത്ത് അത് വെയിലത്ത് വെച്ചു. അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ എടുത്ത് നോക്കി ഒന്ന് നോക്കി കൊള്ളാം, പൊട്ടസ്വരമൊന്നുമില്ല. നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ കലം മാറ്റി വെക്കുമ്പോഴാണ് ഞാൻ അച്ഛനെ കാണുന്നത്. അങ്ങനെ ഒരാഴ്ചയിരുന്ന് ധ്യാനം കൂടി. അപ്പോൾ എൻ്റെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ നടുവൊക്കെ ഒന്ന് നികർന്ന്, ഞാൻ വളഞ്ഞാണിരുന്നത്, ഞാൻ ഒന്ന് നികർന്നു. അങ്ങനെ വളരെ നല്ല സിമ്പിൾ കുട്ടനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാഴ്ച ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ ഒന്ന് നന്നായി, ഉടച്ച് വാർത്തെടുത്ത പോലെ. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ ഉടച്ച് വാർത്തെടുത്തു, ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി മാറി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. പിന്നെ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചിന്ത വന്നു, എല്ലാവർക്കും രോഗസൗഖ്യങ്ങളൊക്കെ കൊടുത്തു, എനിക്കൊന്നും തന്നില്ലല്ലോ, എൻ്റെ കാഴ്ചയിലൊന്നും ഇല്ലല്ലോ. അങ്ങനെ പോന്നു. പിറ്റേ ദിവസം പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ സ്വീകരിക്കാതെ മാറി നിൽക്കുക. അച്ഛൻ സ്ത്രീകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറകിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ചുവട്ടിലൊരു സ്വരം കേട്ടു, എൻ്റെ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നീ ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കേട്ട ഉടനെ ഞാൻ സ്വീകരിക്കാൻ നിന്നു, സ്വീകരിച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു.
മൂന്നാമത്തെ ആഴ്ചയിൽ ഒരു സഹോദര വീട്ടിൽ രോഗം മാറിയാ എന്നിട്ട്? രോഗമൊക്കെ മാറി, എല്ലാം പോയി, എല്ലാം സുഖപ്പെട്ടു. ഞാൻ നല്ല ശക്തിയോടുകൂടി നടക്കുക. അതല്ല ഞാൻ പറഞ്ഞു, ശരീരം ഒന്ന് ഈ ഉടച്ച് വാർത്ത് ഞാൻ നന്നായി നടക്കുക. എല്ലാം പോയി. അങ്ങനെ ആ ചേട്ടത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടത്തി കട്ടിലിൽ കിടക്കുക. മരുമക്കൾ 2 മരുമക്കൾ വന്ന് ശുശ്രൂഷിച്ച് അവരുടെ ചട്ടവും മുണ്ടും ഒക്കെ എടുത്ത് പുറത്തേക്ക് പോകുമ്പോഴാണ് എൻ്റെ ചെല്ലൽ. ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി ഇപ്പോൾ കിടന്ന കിടപ്പില്ല എല്ലാം നടത്തണതേ, അത് കാരണം എല്ലാ ദിവസവും മുറി കഴുകണം, തുണിയോട്ട് ഞാൻ പോവുകയാണ്, ഞങ്ങൾ പോയി ഇത് കഴുകണം എന്ന് പറഞ്ഞാൽ അവർ പോയി. അത് പോയി കഴിഞ്ഞപ്പോൾ ഒരു കൊട്ടക്കസേര എടുത്ത് ഞാൻ കട്ടിലിൻ്റെ അരിയിലിട്ടു, ഈ ചേർത്തിൻ്റെ കട്ടിലിൻ്റെ അരിയിലിട്ടു. എന്നിട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവരോട് സംസാരിക്കുമ്പോൾ ജോർജിൻ്റെ ഉള്ളിൽ തോന്നിയത് എന്തായിരുന്നു? തോന്നിയത് വചനമാണ് പറയാൻ തുടങ്ങിയത്. അങ്ങനെ വചനം പറഞ്ഞു. അങ്ങനെ 2-3 വചനം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ മുഖമൊക്കെ ആകെ ചുമന്ന് ഇവർ നല്ല ഒരു തയ്യാറെടുപ്പോടുകൂടി കൈയൊക്കെ ഉയർത്തി, പൊങ്ങാതിരുന്ന വെച്ചാൽ കൈയൊക്കെ ഉയർത്തി, കാലൊന്ന് പൊക്കി. അപ്പോൾ എനിക്കെന്തോ ഒരു സന്തോഷം പോലെ തോന്നി. ഞാൻ ചോദിച്ചു, എണീക്കണോ? ഒന്ന് എണീറ്റാൽ കൊള്ളായിരുന്നു. അങ്ങനെ ഞാൻ എണീപ്പിച്ച് കട്ടിലിൽ തന്നെ ഇരുത്തി. എന്നിട്ട് അവർ കാലെടുത്ത് നീട്ടി താഴത്തേക്ക് ഇറങ്ങാൻ പൊക്കമുള്ള കട്ടിലായതുകൊണ്ട് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങണമെന്ന് ചോദിച്ചു. ഒന്ന് ഇറങ്ങിയേ കൊള്ളായിരുന്നു. അങ്ങനെ ഇറങ്ങി, കട്ടിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പിടിച്ച് നിർത്തി കഴിയുമ്പോൾ അവർ നിന്നു. തളർന്നിരുന്ന വെച്ചാൽ അമ്മച്ചിയാണ്. നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നടക്കണോ? ഒന്ന് നടന്നാൽ കൊള്ളായിരുന്നു. നടന്നോളാൻ പറയും. നടക്കുകയല്ല അവർ ചെയ്തത്, അവർ ഓടുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കർത്താവ് എന്തോ ചെയ്യുന്നുണ്ട്, എനിക്ക് തന്നിട്ടുണ്ട്. രോഗശാന്തി വരം തന്നെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ ഞാൻ അന്ന് മുതൽ ഓരോ രോഗികളുടെ അടുത്തും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ 2001 ഞാൻ കൂട്ടായ്മയിലേക്ക് കയറുന്നത്. കൂട്ടായ്മയിലേക്ക് കയറി കഴിഞ്ഞാൽ അങ്ങനെ വളരെയേറെ നല്ല എന്തൊക്കെ നടക്കുന്നുണ്ട്. കൂട്ടായ്മയിൽ ഇങ്ങനെ ജപമാല, വചനപ്രഘോഷണം, പ്രാർത്ഥന, ആരാധന ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഏത് ദിവസമായി നടക്കുന്നത്? ഞായറാഴ്ച. അതെല്ലാം ഞായറാഴ്ചയും. എത്ര മണിക്കൂറുണ്ട്? 3 മണി മുതൽ 5:30 മണി വരെ. 2.5 മണിക്കൂർ. 2.5 മണിക്കൂറാണ്. അവിടെ അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. നടുവേദന, തലവേദന, മുട്ടുകാല് വേദന, 16 വർഷം വരെ ഉണ്ടായിരുന്ന മുട്ടുകാല് വേദനയൊക്കെ മാറി വചനം പങ്കുവെക്കുമ്പോഴത്തേക്കും. അത് വേറെ ഒന്നും ഞാൻ ചെയ്യണ്ട, വചനം പങ്കുവെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മാറി. കർത്താവ് ചെയ്തോളൂ, കർത്താവാണ് ചെയ്യണത്. അതുപോലെ 8 വർഷമായ നടുവേദന മാറി. അങ്ങനെയുള്ള സഹോദരിമാരൊക്കെ ഉണ്ട്. അങ്ങനെ ഈ വീടുകളുടെ ശുശ്രൂഷയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇപ്പോൾ പാലിക്ക് എവിടെയൊക്കെ പോകാറുണ്ട്? ഞങ്ങളുടെ ഇടവയിൽ, മുണ്ടമ്പേലെ ഇടവയിൽ തന്നെ, അതിൽ പുറത്തോട്ടൊന്നും പോകാറില്ല. പ്രാർത്ഥിക്കാൻ പോകാറില്ല? പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്. പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഗ്രൂപ്പ് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകും, അവിടെ പോയി വചനം പ്രഘോഷിക്കും, അങ്ങനെ പോരും. അവിടെ ചെന്ന് വല്ല ഹീലിംഗ് പുറത്ത് വരാൻ സംഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പുറത്ത് പോയപ്പോൾ ഇങ്ങനെ സൗഖ്യം സംഭവിച്ചിട്ടുണ്ട്. എവിടെയാണ്? അതിവിടെ ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ വചനം പങ്കുവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ മുട്ടുകാല് വേദന, അത് 18 വർഷമായി. പിന്നെ ഒരു സഹോദരിയുടെ 16 വർഷമായ ശ്വാസം മുട്ടൽ, അവർ ഇങ്ങനെ ഇത് സാധനം വലിക്കുമായിരുന്നു. പക്ഷേ ഈ വചനം കേട്ട മുതൽ ഈ സാധനം വേണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഓരോ വീടുകളിലും ഇങ്ങനെ പോകാറുണ്ട്. നല്ല അനുഭവമുണ്ട്. രോഗികളെ ഭവനങ്ങളിലെത്തി പരിചരിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷ തന്നെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയും നിർവഹിക്കുന്നു. വർഷങ്ങളായി രോഗികളായി ഭവനങ്ങളിൽ കഴിയുന്ന അനേകം ജീവിതങ്ങൾക്ക് ഇത് ഒരു ആശ്വാസമാകുന്നു. ശുശ്രൂഷകൾക്ക് ശേഷം പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഇവരെ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ 2001 കൂട്ടായ്മയിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണ ശുശ്രൂഷകളെക്കുറിച്ച് പോകാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മ രൂപീകരിച്ചു. അതിനകത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണ ശുശ്രൂഷ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഭക്ഷണ ശുശ്രൂഷ? ഭക്ഷണ ശുശ്രൂഷയിൽ പ്രാർത്ഥന ഉണ്ട്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ ഭക്ഷണം വെച്ച് ഞങ്ങൾ 2-3 പേര് തന്നെ അത് വെച്ച് വേവിച്ച്
ഊട്ടളത്തിലാക്കി അത് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിളമ്പി കൊടുക്കും. എത്ര ഹോസ്പിറ്റൽ കൊടുക്കുന്നുണ്ട്? 2 ഹോസ്പിറ്റൽ, ഫോർട്ട് കൊച്ചി ഹോസ്പിറ്റലിലും കരുവിൽപ്പടി ഹോസ്പിറ്റലിലും കൊടുക്കുന്നുണ്ട്. അതെല്ലാം ബുധനാഴ്ചയും എല്ലാ ശനിയാഴ്ചയും എല്ലാവരും വന്ന് വളരെ സന്തോഷത്തോടുകൂടി അതെല്ലാം വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മാറാ രോഗികളായി കാലങ്ങളോളം ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്ക് ആശ്വാസമായി ഉച്ചഭക്ഷണം നൽകുന്ന ഇവരുടെ കൂട്ടായ്മ പങ്കുവയ്ക്കലിന്റെ മഹത്വത്തെക്കുറിച്ച് അനേകർക്ക് ബോധ്യം നൽകുവാനും അതുവഴി യേശുവിനെ ലോകത്തിനു മുൻപിൽ നൽകുവാനും നമുക്ക് പ്രചോദനം നൽകുന്നു. അനേകരുടെ കൂട്ടായ്മയിലൂടെ ഒരുക്കപ്പെടുന്ന ഈ ഭക്ഷണം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ഇവർ സമീപത്തെ ആശുപത്രികളിൽ നൽകുന്നു. ഇത് കഴിക്കുന്ന രോഗികൾക്ക് ദിവ്യനാഥന്റെ സ്നേഹവും സൗഖ്യവും പകർന്നു നൽകുവാൻ ഇവർ ഈ ശുശ്രൂഷയെ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് കാരുണ്യവാനായ ഈശോയോടുള്ള അതിരറ്റ സ്നേഹത്തെ പ്രതിയാണെന്നും ഇദ്ദേഹം നമ്മോട് പങ്കുവച്ചു. പിന്നെ ഈ പ്രാർത്ഥനയുടെ ജീവിതം ഇങ്ങനെ ഇവിടെ മാത്രമുള്ള വീടുകളിൽ പോകുന്നുള്ളൂ, അങ്ങനെ പുറത്തു വരാനും പോകുന്നുണ്ട്? കേരളത്തിൽ പുറത്താരെങ്കിലും തമിഴ്നാട്ടിൽ പോകുന്നുണ്ട്. തമിഴ്നാട്ടിൽ പോകുമ്പോൾ അവിടെ വളരെയേറെ അതിശയങ്ങൾ അവിടെ നടക്കണത്. അതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പള്ളിയുണ്ട്, നാലാംകെട്ടെന്ന് പറയും അവിടെ സ്ഥലത്തിൻ്റെ പേര്. നാലാംകെട്ടിൽ ചെന്ന് പള്ളി അപ്പോൾ പള്ളിയിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് സഹോദരൻ പറയുന്നത്. ഒരു സഹോദരൻ ജയിക്കും സഹോദരനാണ്. അത് പറയും നമുക്ക് വചനം പ്രഘോഷിക്കാം, ഒരു വിരോധവും ഇല്ല. അച്ഛനില്ല അവിടെ. മാസത്തിലാണ് ഒരച്ഛൻ വന്നത്. മാസത്തിൽ ഒരച്ഛൻ വന്നാണ് കുർബാന നടത്തുന്നത്. പിന്നെ അവിടെ കുർബാനയില്ല. അപ്പോൾ എല്ലാ ദിവസവും അവിടെ പ്രാർത്ഥന ഉണ്ട്. അവർ തമിഴിൽ ജപമാല ചൊല്ലും, ഒരു വചനം വായിക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ ചെന്ന് പള്ളിയിൽ കൊണ്ടുപോയി ഞങ്ങളുടെ ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നടക്കും. അവിടെയുള്ള എല്ലാ വീടുകളിലും കയറി. ഭാഷ അറിയാം? തമിഴറിയാം. അത് എല്ലാ വീടുകളിലും കയറി നടന്നതുകൊണ്ട് എല്ലാ വീട്ടുകാരോടും പറയും നമുക്ക് 8 മണിക്ക് പ്രാർത്ഥന ഉണ്ട്, ജപക്കൂട്ടം എന്ന് പറയും. ജപക്കൂട്ടമുണ്ട് പറയാമെന്ന്. അങ്ങനെ ഒരു 7:30 മണിയാകുമ്പോൾ ഞങ്ങൾ എല്ലാ വീടുകളിലും ഇറങ്ങി തിരിച്ച് പള്ളിയിൽ വന്നിരിക്കും. പക്ഷേ പള്ളിയിൽ വന്നിരുമ്പോൾ ഒരാളും ഉണ്ടായില്ല. 2-3 കുട്ടികളും കപ്പേരും നിന്ന് മൈക്കിൽ ജപമാല തുടങ്ങിയിരിക്കുക. അവർ തമിഴിൽ, ഞങ്ങൾ 2 പേര് ഇരുന്ന് മലയാളത്തിൽ. അത് ഞങ്ങളുടെ ഭാഷയിൽ നമ്മളവിടെ അർപ്പിക്കുക. അങ്ങനെ സഹോദരനോട് ഞാൻ പറയും ഒന്ന് സ്തുതിപ്പ് കൊടുക്കുക. സഹോദരന് നല്ല തമിഴ് നല്ല ഇതാണ്, സ്തുതിപ്പ് കൊടുക്കാൻ പറയും. അങ്ങനെ സ്തുതിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ നിറച്ചാണ്, പള്ളി നിറച്ചാളാണ്. പക്ഷെ ഒരു ഇതാണ് എനിക്ക് അവിടെ തോന്നിയത്, ഒരു അത്ഭുതം തോന്നി എനിക്ക്. നമ്മുടെ ഇവിടെ എല്ലാവരും വളരെ ഭംഗിയോടുകൂടി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വളരെ മണിയോടുകൂടിയാണ് ചെല്ലുന്നത്. ഒന്നും കൊടുത്തിട്ടില്ല അവരെ. വീട്ടിലെ വേഷത്തിൽ തന്നെ. ഞങ്ങൾ ചെന്നാൽ കണ്ട ആ വേഷത്തിൽ തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. പിന്നെ ഒരു നിബന്ധന ഉണ്ട് അവർക്ക്, വായിക്കാൻ അറിയാവുന്നവർ എല്ലാവരും ബൈബിളുമായിട്ടാണ് വന്നിരിക്കണം. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അത്ഭുതം അവിടുത്തെ. നമ്മുടെ ഇവിടെ കൊച്ചു മുണ്ടമേലയുടെ കയ്യിൽ ഒരാളും ബൈബിൾ കൊണ്ടുവരില്ല. പക്ഷേ അത് വലിയൊരു ദൗത്യമാണ് അവരുടെ. വായിക്കാൻ അറിയാവുന്ന എല്ലാവരും തന്നെ ഈ ബൈബിളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സ്തുതിപ്പ് കഴിഞ്ഞ് ഇദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടിയതിനോടുകൂടി എല്ലാവരും കൈ അടിച്ച് ഇവരെ ചവിട്ടിയാണ് അവരെ. നല്ലൊരു അഭിഷേകമായിരുന്നു അവിടെ. ആ അഭിഷേകം കൊണ്ട് ഇവർ തുള്ളിച്ചാടിയാണ്. പക്ഷെ അവിടെ എന്തെല്ലാമാണ് നടന്നത്. ഒരുപാട് രോഗസൗഖ്യം അവിടെ നടന്നു. എന്നിട്ടാണ് പിന്നെ വചനം പങ്കുവെച്ചത്. വചനം പങ്കുവെച്ചപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഇവിടെ ഇതുപോലെ അതുപോലെയുള്ള ശുശ്രൂഷകളുണ്ടോ? ഇവിടെ ഉണ്ടല്ലോ. ഇടവയിലുള്ള ഇപ്പോൾ മുണ്ടംവേലി, മാനാശ്ശേരി, കാട്ടിപ്പറമ്പ്, സൗദി, സാന്തവും ഇങ്ങനെയുള്ള ഇടവകളിൽ നിന്ന് ഒരു 10,000-2,000 പേരെ ഞാനിപ്പോൾ ഡീവനിൽ എത്തിച്ചിട്ടുണ്ട്. കൂട്ടായ്മയുടെ കരുത്തും സ്നേഹവും ഇവർക്ക് തണലാകുന്നു. കർത്താവിൻ്റെ വയലിൽ തളരാതെ വേല ചെയ്യുവാൻ കൂട്ടായ്മയുടെ ശക്തി ഇവർക്ക് കരുത്തു നൽകുന്നു. ദൈവസ്നേഹം
കാരുണ്യമായി ഇവർ അനേകർക്ക് പകർന്നു നൽകുന്നു. രോഗക്കിടക്കകളിൽ കഴിയുന്ന വ്യക്തികൾക്ക് നാഥന്റെ സ്നേഹം നൽകുന്ന ഇവരുടെ കരങ്ങൾ ഇന്ന് അനേകർക്ക് മാതൃകയാകുന്നു. ജോർജ് ചേട്ടൻ്റെ കുടുംബത്തിലെ പശ്ചാത്തലം ഒന്ന് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാവോ? എൻ്റെ വീട്ടിൽ ഭാര്യ, 2 ആമക്കളാണ് എനിക്കുള്ളത്. അവർ ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചു, ഒരു കുട്ടിയുണ്ട്, ഒരു ഇളയ മകൻ ടൈൽസിൻ്റെ വർക്ക് ചെയ്യുന്നു. വളരെ സന്തോഷമായ ജീവിതമാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്നു. അപ്പോൾ പിള്ളേർ വളരെ ചെറുതായിരുന്നപ്പോഴേ തന്നെ ജോർജ് ചേട്ടൻ ഞാൻ നവീകരണത്തിലേക്ക് വരുമ്പോൾ എൻ്റെ മൂത്തവന് 12 വയസ്സും ഇളയവന് 2 വയസ്സും ഉള്ളൂ. അവർക്കൊക്കെ താല്പര്യമാണ് ഈ പ്രാർത്ഥനാ രീതികളൊക്കെ, അവരും കൂടും. ഇപ്പോൾ പാലിയേറ്റ് കെയറിൻ്റെ പരിപാടി, പാലിയേറ്റ് കെയറിൽ എല്ലാ ദിവസവും അവർ വിളിക്കും. ഇന്നും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓരോ വീടുകളിലേക്ക് പോകണം. സംഭവിക്കുന്നതെന്ന് പറയാമോ ഞങ്ങളോട്? സംഭവിക്കുന്നത് ചെന്നിട്ട് ചിലപ്പോൾ അവർ ആശുപത്രിയിൽ പോയി 1 മാസമോ 2 മാസമോ കിടന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ട്യൂബിട്ട്, മൂത്രത്തിന് ട്യൂബിട്ട്, അതിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ മൂക്കിൽ ട്യൂബിട്ട്, ഇതെല്ലാം കിടക്കുന്ന കിടപ്പ് രോഗികളുടെ അടുത്താണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ചെന്ന് മാറ്റി പുതിയ ട്യൂബിട്ട് അതൊക്കെ അറിയാമോ ജോർജ്? ഞാൻ സിസ്റ്ററിനോട് ചെയ്യിപ്പിക്കും, സിസ്റ്ററിനെ കൊണ്ട് നോക്കി നിൽക്കും. അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ പഠിച്ചവരാരും ഇല്ലല്ലോ. അല്ല, പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർക്കൊരു ബഹുമാനവും സന്തോഷവും, ഒരു സന്തോഷമാണ് നല്ല വാക്കുകൾക്ക്. നമ്മൾ പറഞ്ഞു കൊടുക്കും. വചനം പറയുകയാണ്. നമ്മൾ വചനമേ പറയുള്ളൂ. വളരെ സന്തോഷമാണ് അവർക്ക്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കൂട്ടത്തിൽ മകനെ ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരാളെ വിളിക്കണമെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ വരാമെന്ന് പറയും. അങ്ങനെ ഞാൻ ചെല്ലും, പണിക്കും പോകും. അല്ലാത്തപ്പോഴും ഈ ജോലിയും ചെയ്യും. ഈ ജോലിക്ക് പോകും. ഏതായാലും 40-47 വയസ്സുള്ളപ്പോൾ നവീകരണ അനുഭവത്തിലേക്ക് വന്നു. അതുവഴി തമ്പുരാനെ വേണ്ടവണ്ണം അറിഞ്ഞിരുന്നില്ല, അല്ലേ? കർത്താവ് ഇതുപോലെ നമ്മളെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാക്കുമെന്നും അറിയത്തില്ലായിരുന്നു. എങ്കിലും അദ്ദേഹത്തെ കർത്താവിനെ അറിഞ്ഞ ശേഷം തൻ്റെ ശുശ്രൂഷയിലെ പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിലും മറ്റനേകർക്ക് യേശുവിനെ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ജോർജ് ചേട്ടൻ നിരന്തരമായി വ്യാപൃതനാണ്, അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ കൃപ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ അനേകർക്ക് അതൊരു വെളിച്ചമായി മാറി. ഇല്ലായിരുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നിന്നേനം. തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരനായ ഒരു, വേണമെങ്കിൽ തട്ടടിക്കാരനെന്ന് പറയാം, ഇല്ലെങ്കിൽ ആശാരി എന്ന് പറയാം, ഏതായാലും അങ്ങനെ ഒരു കൂലിപ്പണിയായ ആളെ കർത്താവ് സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ അനേക മക്കൾക്ക് ആശ്വാസമാകാനിടയായി. ജോർജ് ചേട്ടൻ്റെ ജീവിതം വളരെയധികം പേർക്ക് പ്രചോദനമാകും. കാരണം ഞാനും കർത്താവിൻ്റെ പക്കലേക്ക് വന്നാൽ കർത്താവ് സാധാരണക്കാരിലെ തൻ്റെ വരങ്ങളും ദാനങ്ങളും ഒക്കെ വർഷിച്ചുകൊണ്ട് അനേകരെ യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കാനുള്ള ഉപകരണങ്ങളാക്കുന്നു. അതിലൊരു ഉപകരണമാകാൻ ജോർജ് ചേട്ടന് കഴിഞ്ഞതിലും ഞങ്ങളോട് സഹകരിക്കാൻ സാധിച്ചതിനും ഏറെ നന്ദി. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവം തന്റെ അനുഗ്രഹത്തിന്റെ കരങ്ങളുയർത്തി ഇവരെ അനുഗ്രഹിക്കുന്നു. കാരുണ്യത്തിന്റെ മഹാസമുദ്രമാകുന്ന ദൈവസ്നേഹം അനേകർക്ക് പങ്കിട്ട് നൽകുന്ന ഈ കാലഘട്ടത്തിന്റെ സുവിശേഷ പ്രഘോഷകർക്ക് വന്ദനം.